ചുമ്മാ വന്ന് പിടിച്ചോണ്ട് വരുമോ? അത് നിങ്ങൾ രണ്ടിനെ ഓർത്ത് എല്ലാവരുടെയും കേൾക്കല്ലേ മിണ്ടാതെ നിൽക്കുന്നു. ഇവിടെ വന്ന് വെച്ച് തല്ലാനൊക്കെ പിടിച്ചോണ്ടങ്ങ് വരിക, നിരന്തരം അങ്ങ് ദ്രോഹമായിരുന്നു. ഏതായാലും CSRനെ ഒന്ന് കാരണം നിങ്ങളുടെ ഇപ്പം പരാതിയല്ല, നിങ്ങളുടെ ഒരു ആവശ്യം സാറിനെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊരു സമരം ചെയ്യുന്നു. അതിന് ഞങ്ങൾക്ക് അതിന്റെ സാറിനെ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒട്ടിച്ചതാ. മനസ്സിലായി. അപ്പം ഏതായാലും ഇത്ര കണ്ടന്റുകൾ ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ സ്റ്റേഷനെ അറിയിച്ച് ചെയ്യാനുള്ള കാര്യമായതുകൊണ്ട് നിങ്ങൾ സാറിനെ വന്ന് കണ്ടതിന് ശേഷം മാത്രം. സാർ ഇപ്പം വരുമെന്ന് പറയാൻ പറ്റില്ല. ഡ്യൂട്ടി രാവിലെ ഉണ്ടായിരുന്നു, ഒരു 8 മണിയായപ്പോൾ വന്നതായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ 8 മണിക്ക് വരാൻ. സാറിന് 8 മണി സമയത്താണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ വന്ന് ഞങ്ങൾ വിളിച്ചു ചോദിക്കാൻ എന്നോട് ഞങ്ങൾ വിളിച്ചു രാവിലെ 8 മണിക്ക് ഇവിടെ വിളിച്ചു. അന്നേരം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അല്ലെങ്കിൽ രാവിലെ 8 മണിയാകുമ്പോഴത്തേന് രാവിലെ സ്റ്റേഷനിൽ വിളിക്കണം. 8 മണിയാകുമ്പോൾ നേരെ SP ഓഫീസിലോട്ട് പോവാം. നേരെ പോയി അവിടുന്ന് തീരുമാനം എടുത്ത് ഒട്ടിക്കാം. സാറിൻ്റെ കാര്യം തന്നെ നോക്കേണ്ട ആവശ്യമില്ല, അവിടെ അല്ലേ ഇരിക്കണ്ടേ. തിരുവനന്തപുരത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു ഒട്ടിച്ചോ, അതിന് നിങ്ങൾക്ക് വിരോധമില്ലെന്ന് പറഞ്ഞു. കാര്യം ആരുടെ മണ്ടയ്ക്ക് കയറാനല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നു, കൊല്ലാനല്ല വെട്ടാനല്ല ഒന്നുമല്ല ആവശ്യപ്പെടുന്നു. കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് ഒന്നും ചെയ്യാതിരുന്നതിൻ്റെ നാളെ പിന്നെ അത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എന്നുകൂടി പകലായാലും കല ഉടയ്ക്കും. കല ഉടയരുതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹം. എനിക്ക് കൊല്ലം കൊടുക്കണം. പോലീസുകാരുണ്ട് ഇതിനകത്ത്. മെയിനായിട്ട് സുരേഷ് എന്ന് പറഞ്ഞ സർക്കിളായ നേരത്തെ ഇവിടെ ഇരുന്ന പുള്ളിയാണ് ഇതിൻ്റെ അകത്ത് ചുക്കാൻ പിടിച്ച കൂടി അവർ ആൾക്കാരായിരുന്നു മെയിനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും പേടി. മച്ചാനും അവിടെ കൊന്നാൽ പോലും കേസെടുക്കാത്ത സ്ഥലമാണ്. എത്ര കൊലപാതകം നടന്നേക്കുന്നു, 5-6 കൊലപാതകം ഒന്നും അനങ്ങത്ത് പോലും ഇല്ല. ഈയിടെ കൊണ്ടുവന്ന് അല്ല മാന്നാത്തെ ചെറുക്കനെ കൊണ്ട് ലാസ്റ്റിൽ കൊണ്ട് കത്തിച്ചു. പാണ്ടനാട്ടിലുള്ള എരവരിക്കാർ തൊട്ടയിലൊക്കത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. തൊട്ടയിലൊക്കത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. എന്നെ കൊടുത്തു, ഒന്നും കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് എന്തേലും എഴുതിത്താ. ഞങ്ങൾ എല്ലാവരെയും വിളിപ്പിച്ച് ഇവിടെ വെച്ച് വിളിപ്പിച്ച അല്ല CSRനോട് ചോദിച്ചു എന്തോ ആവശ്യം എഴുതിത്താ. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കാ ആർക്കാ എന്തോ കൊടുക്കാനുള്ളത് എഴുതിത്താ, ഞങ്ങൾ മേടിച്ചു കൊടുക്കാം. അതിന് ഉത്തരവില്ല. പിന്നെ ആ ഭൂമി കണ്ടിട്ടാണെങ്കിൽ ആ ഭൂമി കണ്ടിട്ടാണെങ്കിൽ വെള്ളുന്നതിന്റെ അടുത്ത കാശി അതും പറയുന്നു. ഈ പൊന്നിന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ പട്ടണ പെണ്ണുമ്പോൾ തല്ലി ഒടിച്ചാൽ മതി 10 ശ്രമല്ല 3-4 പേരെ വെക്കാം. അങ്ങനെയാണെങ്കിൽ പരസ്യമായിട്ട് ഓടിക്കട്ടെ. ഞങ്ങൾ പത്തനംതിട്ട ഇരിക്കുക, പരസ്യമായിട്ട് ഓടിക്കട്ടെ. പരസ്യമായിട്ട് ഓടിക്കട്ടെ. അല്ല ഈ കൊച്ചനാണ് കണ്ടത് എന്റെ പിള്ളേരെ വെട്ടാൻ വടിവാളുമായിട്ട് പൊന്നിയുടെ കൂട്ടത്തിൽ വേറെ 2 വ്യക്തികളും ഇവൻ കൊണ്ടുവച്ച വാട്ടർ ടാങ്കിലാണ്. എന്നാലും ഞാൻ സ്ഥലത്തില്ല. ഇവൻ ഈ കൊച്ചുങ്ങളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ കാര്യം ആശുപത്രിയില്ല, നൈറ്റ് കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ഇവൻ എൻ്റെ അടുത്ത് വിടാം അമ്മ, എന്നൊരു കൊച്ചുങ്ങളെ എൻ്റെ അടുത്ത് അമ്മ ഇവിടെ പിന്നെ അതിന് കല്ല് കയറുന്നു, ജനലിൽ ഇടിച്ച് പൊട്ടിക്കുന്നു, വീട് തല്ലി പൊട്ടിക്കുന്നു. രാത്രി ഈ പ്രസന്നയോട് പറയുന്നത് അടം മോനും അവരുടെ കൂട്ടാളികളും കൂടാണ് ഷേഡിൻ്റെ മണ്ടക്കെല്ലാം കയറിയിരുന്നു രാത്രി പിള്ളേരെ ശല്യിച്ചത്. ഈ പ്രസന്ന അവിടെ മക്കൾ പണത്തിൻ്റെ അകത്ത് മെയിൻ കാണി അവരാണ് തുടങ്ങിയത് ഇതിൻ്റെ സംഭവം. 10 വർഷം ഇവരുടെ പെരയ്ക്കകത്തുള്ള അമ്മമ്മ ഇല്ലാഞ്ഞ സമയത്ത് ഇവരുടെ പെരയ്ക്കകത്തുള്ള സകല സാധനങ്ങളും കൊണ്ടുപോണ്ടിരുന്ന ഈ സ്ത്രീ സകല സാധനം 2015 തൊട്ട് ഞാൻ ഇവരെ കാപട്യത്തിൽ കൂടെ മന്ത്രവാദം ചെയ്ത് ഇവരെ അണ്ടറിൽ കൂടെ ഇത് ചാടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങ് അമക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന് ഉടുതുണി കൊടുക്കാനില്ലായിരുന്നു ഒരു സമയത്ത്. ആ സമയത്താണ് അവിടെ വന്ന് ഞാൻ വിളിച്ച് അവന് ആഹാരം കൊടുത്ത് പണി കൊടുത്ത് വസ്ത്രങ്ങൾ കൊടുത്തു. അവനാണ് ഈ പണിയുന്നത്. അവനോട് ഒരു 25,000 രൂപ ചോദിച്ചായിരുന്നു, അത് കൊടുത്തില്ല. അന്ന് തൊട്ട് തുടങ്ങിയതാണ് പണി.
അതിന് മാട് കച്ചവടത്തിന് 25,000 പലിശ കൂട്ടി അവിടെ തരാനുണ്ട്. എൻ്റെ പൈസ ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ദ്രോഹം ചെയ്യും. 12 ലിറ്റർ പാല് കിടക്കുന്ന പശു കിടക്കുക 21 ഞാൻ കുടിച്ചു പോകുന്നു. അതുപോലെ ഞാൻ 3 എണ്ണത്തിനെ കുടിച്ചു. തൽക്കാലത്തേക്ക് സാറിനെ വന്നതിനോട് കാണും. നിങ്ങൾ കണ്ടതിന് ശേഷം ഏതായാലും നിങ്ങളൊരു പ്രതിഷേധ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അവരുടെ പ്രതിഷേധം സാറിനെ കണ്ടിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് ചെയ്യുന്ന ഏതായാലും ഇത്രയും നിങ്ങൾ സാവകാശം എടുക്കും.